ഇത് കോവയ്ക്ക വറുക്കാൻ പോണത് എങ്ങനെയാണെന്നാണ് പറയാൻ പോണത്. അതിനാവശ്യമുള്ളത് ഇതിന് 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതിന് പാകത്തിനുള്ള ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ വേണ്ടത് കോൺഫ്ലവർ വേണം. കോൺഫ്ലവർ ഇതിലിട്ട് വറുത്താലാണ് അത് ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുകയാണ്. അത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി വയ്ക്കാം. മുളകൊക്കെ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാണ് ഉപ്പും മുളകും ചേർക്കേണ്ടത്. കോൺഫ്ലവർ ഇതിലൊന്ന് പിടിച്ചിരിക്കാനാണ് ഇത് ക്രിസ്പി ആവാനും ഇതൊന്ന് പിടിച്ചിരിക്കാനും വേണ്ടിയാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. എന്നിട്ട് വേണം നമുക്കിത് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഓയിലിട്ട് വറുത്ത് എടുക്കാനായിട്ട്. പിന്നെ പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കാത്ത കോവയ്ക്ക. ഇത് അധികം മൂക്കാത്ത കോവയ്ക്കയാണ്. അധികം മൂക്കാത്ത ഇങ്ങനത്തെ കോവയ്ക്ക നമ്മൾ ഷുഗറുള്ളവർ ഇത് 2-3 വീതം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറിനൊരല്പം ശമനം കിട്ടും. കോവയ്ക്കൊക്കെ വീട്ടിലുള്ളവർക്ക് പറിച്ച് കഴിക്കാം. ഇനി ഞാനിത് വറക്കട്ടെ. നമ്മുടെ കോവയ്ക്ക അങ്ങനെ ക്രിസ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണ കിടന്ന് തിളയ്ക്കണു. നന്നായിട്ട് ഇതുപോലെ ഞെരുന്ന് ഇതുപോലെ ക്രിസ്പി ആയി കിട്ടും. കോൺഫ്ലവർ നമ്മൾ ആവശ്യത്തിന് ഉള്ളത് ചേർക്കണം. ചേർത്താൽ മാത്രമേ അതിന് നമുക്ക് ഇങ്ങനെ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. കുറേശ്ശെ ഇട്ട് വറുക്കണം. കൂടുതലിട്ട് കഴിഞ്ഞാൽ വെന്ത് കിട്ടാൻ പാരാ, വെള്ളം പറ്റി വരണ്ടേ. അപ്പോൾ കുറച്ചിട്ട് വറുത്തെടുക്കണം.